എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. ക്രിസ്മസ് ആയിരുന്നു കണ്ടോ, കറക്റ്റ് ക്രിസ്മസ് ലുക്കിലാണ് ഞാൻ വന്നിരിക്കുന്നത്. ഒരു റെഡും വൈറ്റും ലുക്കിലാണ്. ഞാൻ ഫേസിൽ ഒന്നും അപ്ലൈ ചെയ്തില്ല ഗൈസ്, ടൈം കിട്ടിയില്ല. വെളിച്ചത്തിൻ്റെ അടുത്തൊന്നും ഞാൻ കണ്ടുപോകും, ടൈം കിട്ടിയില്ല. അപ്പം ഇന്ന് ക്രിസ്മസ് സ്പെഷ്യൽ വീഡിയോ ആണ്. ഇതെന്താ നോക്കുക ഗൈസ്, ഇതൊരു ബാഗാണ്, ബ്രൈൻ ബാഗ് അല്ല കേട്ടോ, നമ്മൾ നോർമൽ ബാഗ്. അപ്പം ഞാൻ ഉണ്ടാക്കിയിട്ട് കണ്ടോ, ക്രിസ്മസ് ടൈം ഒരു ബാഗ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു നോർമൽ സാധനങ്ങളുണ്ട്, അതൊക്കെ ഞാൻ ഉണ്ടാക്കിയത് നിങ്ങൾക്ക് കാണിച്ചു തരുന്ന വീഡിയോ തന്നു. അപ്പം ഇന്ന് നല്ല പണിയുള്ള ദിവസമായിരുന്നു ഗൈസ്. എന്താണെന്ന് വെച്ചാൽ ഇത് ഉണ്ടാക്കുമ്പോൾ ഓവർ വേസ്റ്റ് ആയിരുന്നു. ഞാൻ തന്നെ അടിച്ചു കളയുന്നു, അമ്മയ്ക്ക് വയ്യ, അതുകൊണ്ട് ഞാൻ തന്നെ അടിച്ചു കളയേണ്ടി വന്നു. അമ്മ ഞാൻ വലിയമ്മയുടെ വീട്ടിലും പോയിട്ടില്ല, കാരണം എല്ലാം അടിച്ചു എന്നിട്ട് സെറ്റ് ചെയ്ത് വെച്ചു കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ ബ്രൈൻ ബാഗ്. നിങ്ങൾ സൗണ്ട് കേൾക്കുന്നവർ ടി വിയുടെ മൈൻഡ് ചെയ്യണ്ട. അപ്പം നമുക്ക് നേരെ വീഡിയോ. ഒരു കാര്യം ഞാൻ പറയാൻ പോയി കണ്ടോ ഗൈസ്, ഞാൻ എഴുതിയൊരു ക്രിസ്മസ് പാട്ടാണ്, ഇതും കൂടി ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുണ്ട് ഈ വീഡിയോയിലൂടെ. അപ്പം നമുക്കിത് ഓപ്പൺ ചെയ്യാൻ ഫസ്റ്റ് കേട്ടോ. ഓ ഗൈസ്, ഇനി ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയും. ഇത് ഓപ്പോ ഫോണാണ്, ചിങ്കിച്ചിക്ക 1 ലക്ഷം രൂപയാണ് ഗൈസ്. നിങ്ങൾ നെറ്റിയിട്ടുണ്ടാവും ഗൈസ്, ഞാൻ വെറുതെ അറിഞ്ഞാണ് ഞാൻ ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ ഓപ്പോ, എൻ്റെ അമ്മയുടെ ഫോൺ ഓപ്പോ ആണ്. അപ്പോൾ ഞാൻ അതേപോലത്തെ തന്നെ ഒരു ഓപ്പോ ഫോൺ ഉണ്ടാക്കിയതാണ്. ഗൈസ് ഗൈസ്, ഇത് ഓപ്പോ ഇതാണ് ഗൈസ്. അത് ഞങ്ങളുടെ വീട്ടിലത്തെ പൂച്ച കിങ്ങിനീനകത്ത് വരിക. അപ്പോൾ വീഡിയോ അവൾക്കറിയില്ലല്ലോ വീഡിയോ എടുക്കുന്നത്. അപ്പം അതിൻ്റെ ഇടയിൽ കൂടെ പോയതാണ്. ഇപ്പം അങ്ങോട്ട് പോയി ഗൈസ്. ഞാൻ നിങ്ങളുടെ വീട്ടിൽ പെറ്റ്സ് ഉണ്ടോ എന്ന് കമൻറ്റ് ചെയ്യണേ. ഞാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ കിങ്ങിനിയുടെ ഒരു ഡെയിൻമൈലേഴ്സ് എടുക്കുക. അതായത് കിങ്ങിനിയുടെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് എൻ്റെ ഡെയിൻമൈലേഴ്സ് എടുക്കാം, കിങ്ങിനിയുടെ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ട്. എനിക്കെടുക്കാൻ ടൈം കിട്ടാത്തതുകൊണ്ട് അവളത് അച്ഛൻ്റെ റൂമിലേക്ക് പോയി ഗൈസ്, ഞങ്ങളുടെ റൂമിലേക്ക് പോയി. അപ്പം ടൈം കിട്ടാത്തതുകൊണ്ടാണ്. നിങ്ങൾക്ക് അങ്ങനെ എടുക്കുന്ന അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റിൽ പറഞ്ഞോളൂ. അപ്പോൾ ഗൈസ്, ഞാൻ ഈ ഫോൺ തുറന്ന് വെച്ചാൽ ഓപ്പോ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്, കാണാൻ തോന്നിക്കറിയില്ല ഗൈസ്. ഓപ്പോ എന്ന് എഴുതിയും തുറക്കാം. ഈ യൂട്യൂബ് ഉണ്ട്, വാട്സപ്പ് ഉണ്ട്, ഫോൺ അറിയാൻ ഞാൻ എഴുതി ഗൈസ്, പക്ഷേ ഫോണല്ല, കോളുണ്ട്, ക്യാമറ ഉണ്ട്, സ്നാപ്ചാറ്റ് ഉണ്ട്. ഞാൻ സ്നാപ്ചാറ്റ് കയറ്റിയിട്ടുണ്ട് ഗൈസ്. നിങ്ങൾ ആരെങ്കിലും സ്നാപ്ചാറ്റ് ഉണ്ടെങ്കിൽ എന്നെയായിട്ട് കോൺടാക്ട് ചെയ്തോളൂ. ലച്ചു അദ്ദു എന്നാണ് എൻ്റെ സ്നാപ്ചാറ്റിൻ്റെ പേര്. എൻ്റെ പേര് ലച്ചു എന്നാണ്, എൻ്റെ ഫ്രണ്ടിൻ്റെ പേരാട്ടോ. സ്നാപ്ചാറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ പ്ലേ സ്റ്റോർ ഉണ്ട്, ക്യാമറ ഉണ്ട്. നേരത്തെ കാണിച്ച ക്യാമറയല്ല, ഇത് ബ്യൂട്ടി ക്യാമറയാണ്, പക്ഷേ അതിൻ്റെ പേരെങ്ങനെയല്ല, നല്ല രസം ക്യാമറയാണ്. ശരിക്കും പേര് ബ്യൂട്ടി ക്യാമറ ആണ്, പക്ഷെ അങ്ങനെ ആ ക്യാമറ എഴുതി കാണിക്കുന്നത്. ഓക്കെ, പിന്നെ വീഡിയോസും ഫോട്ടോസും ഉണ്ട്. ഇത്രയാണ് കേട്ടോ ഉള്ളത്. പിന്നെ റെയിൻബോയുടെ പിക്ചർ ഞാൻ വരച്ച് വെച്ചിട്ടുണ്ട്. ഇതിനൊക്കെ ഞാൻ ഇത് വെള്ളമായ കുഴപ്പമില്ല, ഇതിൻ്റെ പിന്നിൽ ഇവിടെ മാത്രം വെള്ളമായ കുഴപ്പമില്ല, ബാക്കി എവിടെയും വെള്ളമായ കുഴപ്പമില്ല. കാരണം ഞാൻ സെലോ ടാപ്പ് ഒട്ടിച്ചിട്ടുണ്ട്, വാട്ടർ പ്രൂഫ് ആക്കിയിട്ടുണ്ട്. അപ്പം ഒരെണ്ണം ഫോണ് നമുക്ക് അടുത്ത് എടുക്കാം. മൈ പാസ്പോർട്ട്, അത് ഞാൻ പിന്നെ കാണിച്ചത് കേട്ടോ. അപ്പോൾ ഗൈസ്, പാസ്പോർട്ട് ഞാൻ പിന്നെ കാണിച്ചുതരാം. നമ്മൾ കാണിക്കാൻ പോകുന്നത് ലിപ്സ്റ്റിക്കാണ്. ഇത് ഞാൻ കാണിച്ചുതരാം. ലിപ്സ്റ്റിക്കാണ്, ലിപ്സ്റ്റിക്ക് സ്ട്രോബെറി ഫ്ലേവറാണ് ഗൈസ്. ഇതിന് ഒരു 1000 rupees ഉണ്ടാവും. അപ്പോൾ ലിപ്സ്റ്റിക്ക് പോലെ ഇങ്ങനെ അമർത്തി കഴിഞ്ഞാൽ ലിപ്സ്റ്റിക്ക് വരും. കണ്ടോ, നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ ലിപ്സ്റ്റിക്കൊക്കെ അവധിയായിട്ടുണ്ടെങ്കിൽ അത് മാറ്റി നമുക്ക് ലിപ്സ്റ്റിക്ക് ഇടാം. അപ്പോൾ ഗൈസ്, ഇതിനൊരു 1000 രൂപയായിട്ടുണ്ടാവും. മിക്കവാറും കമൻറ്റ് ബോക്സ് എനിക്കുണ്ട് പറ്റിയെന്നുള്ള ചോദ്യമായിരിക്കും ഗൈസ്. ഞാൻ വെറുതെ അഭിനയിക്കുകയാണ്, എനിക്ക് ശരിക്കും ഒരു കുഴപ്പമില്ല. പിന്നെ എന്ന് പറയുന്നത് വെള്ളമുണ്ട്, എനിക്ക് ഇടയ്ക്കിടയ്ക്ക് വെള്ളം താഴ്ചയും കൊടുക്കുന്നുണ്ട്.
അപ്പം ഞാൻ വെള്ളം കുടിക്കാം. വെള്ളമുണ്ട്. പിന്നെ എനിക്കിഷ്ടമില്ലാത്ത സാധനം ഞാൻ ശരിക്കും യൂസ് ചെയ്യാത്ത സാധനം ഐലൈനർ. അപ്പോൾ അത് നമ്മൾ ഇപ്പോൾ ഐലൈനർ ഇട്ട് പോയി കഴിഞ്ഞാൽ അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പുതിയ ഐലൈനർ ഇതുപോലത്തെ കാറ്റഗറി. അപ്പോൾ ഐലൈനറും ഉണ്ട്. ഇതാ പിന്നെന്താ ഉള്ളത്? പിന്നെന്താ പേഴ്സ്. ഒരു പേഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിനുള്ളിലാണ് ബാക്കി ഐറ്റംസ്. ഇതൊരു ചുരുപ്പാണ്, കുത്തിച്ചെരുപ്പാണ്. 2 കുത്തിച്ചെരുപ്പ് ഉണ്ടായിരുന്നു. ഒരു ചെരുപ്പ് ഇപ്പോൾ ഇതിൽ കാണുള്ളൂ, കുത്തിച്ചെരുപ്പ്. പിന്നെ ഇത് അയ്യോ ഗൈസ്, ഇതൊരു പണിയാറിൻ്റെ ഒരു മിനിറ്റിന് ശരിയാക്കട്ടെ കേട്ടോ. ഓക്കെ ശരി. ഇത് സൺസ്ക്രീമാണ്. കണ്ടോ, ഇത് എഴുതിയത് സൺസ്ക്രീമാണ്. നമ്മൾ ചൂടുള്ള ഗോവയിൽ മരുഭൂമിയിലും ഒക്കെ പോകുമ്പോൾ സൺസ്ക്രീൻ ആവശ്യമുണ്ടല്ലോ. ഇതൊക്കെ സൺസ്ക്രീൻ. പിന്നെ ഇത് ഒരു ഹാൻഡ് സാനിറ്റൈസറാണ്. മറ്റേ നമ്മുടെ ഞാനിപ്പോൾ സ്ഥലത്തൊക്കെ പോയി വരുമ്പോൾ കോറയിട്ട് എനിക്ക് പറയാൻ പറ്റില്ല, അപ്പോൾ അതിന് യൂസ് ചെയ്യുന്നതാണ്. പിന്നെ ഗൈസ് ഒരു കാര്യം പറഞ്ഞിട്ടാൽ, ഞാൻ ഇതൊക്കെ ചെയ്ത് എനിക്ക് ഫോൺ നോക്കിയപ്പോൾ ഇതേപോലത്തെ വീഡിയോ തേക്കുട്ടി ചെയ്യുന്നുണ്ടോ. ഞാൻ ആ കോപ്പി വെച്ചതല്ല ഗൈസ്, എനിക്ക് മനസ്സിൽ തോന്നിയ രീതിയിൽ ഞാൻ ചെയ്തതാണ്. ഞാനൊരു കോപ്പി വെച്ചതാന്ന് നിങ്ങൾ പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഹാൻഡ് സാനിറ്റൈസർ നമ്മൾ കൊറോണ പോയി ഗൈസ്. പിന്നെ ലിപ്സ്റ്റിക്ക് പോലെ തന്നെ ലിപ് ബാം ഉണ്ട്. നമ്മൾ ചൂടുള്ള സ്ഥലത്ത് പോകുമ്പോൾ ചുണ്ട് കഴിഞ്ഞ് കഴിഞ്ഞ് നോക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞേ 2 കൊമ്പുണ്ട്. ഇതൊരു കൊമ്പ്, ഇതൊരു കൊമ്പ്, 2 കൊമ്പ്, കുട്ടി കൊമ്പട്ട. അതുകൊണ്ട് ഞാനത് മാറ്റിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ മണീസ് ഉണ്ട് ഗൈസ്. മണീസാണ് ഇത്. 500 അല്ല സോറി 5000 സോറി ഗൈസ്, അറിയാതെ 500. ഞാൻ 500 ഇട്ടപ്പോഴാണ് ഞാൻ ഫസ്റ്റ് 500 ഇട്ടത്. അപ്പോൾ പിന്നെ അറിയാതെ മാറി ഇട്ടതാണ് 5000. അപ്പോൾ ഇതാണ് 500, 5000. പിന്നെ 1000. ഇതൊക്കെയാണ് കേട്ടോ പൈസ ഉള്ളത്. ഇത്രയും പൈസ ഉണ്ട്. പിന്നെ ചില്ലറ പൈസകളാണ്. ഒരു 10 രൂപ ഉണ്ട്, പിന്നെ ഒരു 30 രൂപ ഉണ്ട്, പിന്നെ ഒരു 20 രൂപ ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ്. പിന്നെ ഗൈസ് ഞാൻ ഗോൾഡൻ ഡയമണ്ട്സിന് മേടിച്ച മോതിരാണ് ഗൈസ്. എന്നിട്ട് ഗോൾഡൻ ഡയമണ്ട്സില്ലേ അവന്ന് മേടിച്ച മോതിരാണ് ഗൈസ്. ഗൈസ് ഗോൾഡൻ ഡയമണ്ട്സിന് മേടിച്ച മോതിരാണ്. ഈയൊരു 1 lakh ഒക്കെ വന്നത്. അപ്പോൾ ഇതെൻ്റെ കൈക്കൊള്ളും ഗൈസ്. ഗോൾഡാണ് എൻ്റെ കൈക്കൊള്ളും. കണ്ടോ ഗോൾഡൻ ഡയമണ്ട്സ്. അപ്പോൾ ഇത്ര ഉണ്ടായിരുന്നത് പേഴ്സിൻ്റെ ഉള്ളിൽ. തിരിച്ചിട്ടില്ല ഗൈസ്, അല്ലെങ്കിൽ കാണുന്നത്. പിന്നെ പാസ്പോർട്ടാണ് രസമല്ലേ ഗൈസ് കാണുന്നത്. അപ്പോൾ നമുക്കിത് പാസ്പോർട്ട് തുറന്ന് കാണിച്ചു ഗൈസ്. ഇത് ഞാൻ ഒരു 1 week ആയിട്ടുണ്ട് ഉണ്ടാക്കിയിട്ട്. പക്ഷെ അന്നൊന്നും ഞാൻ ചാനലിൽ ഒതുങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ എടുത്ത് വെച്ചതാണ് ഗൈസ്.
ഞാൻ നെയിം ശ്രീലക്ഷ്മി, ഹൗസ് നെയിം കുഴിക്കാത്ത, ഏജ് 9, ക്ലാസ് 4, പിന്നെ ഫേസ് യൂട്യൂബ് സബ്സ്ക്രൈബേഴ്സ് ഞാൻ ഇപ്പോൾ എഴുതിയതാണ്. നേരത്തെ അവിടെ ഞാൻ ഫേസ്ബുക്ക് സബ്സ്ക്രൈബേഴ്സ് ആയിരുന്നു എഴുതിയിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞാൻ യൂട്യൂബ് തുടങ്ങിയത്. അപ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ഇപ്പം എത്രയോ ആയിട്ടുണ്ട് ഗൈസ്, എനിക്ക് ഓർമ്മയില്ല. യൂട്യൂബ് സബ്സ്ക്രൈബേഴ്സ് എനിക്ക് 39 ആയിരുന്നു ആദ്യം. ഇപ്പോൾ നോക്കിയപ്പോൾ 31 ആയിരിക്കും. ഞാൻ 30 എഴുതിയിരിക്കുന്നത്, ഇപ്പോൾ 31 ആയിട്ടുണ്ട്. ഇനിയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് എനിക്ക് 1 lakh ആക്കി തരണം ഗൈസ്. അതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. നമുക്ക് 1 lakh ആക്കി കഴിഞ്ഞാൽ അന്ന് ഞാൻ ഗിവ് അവേ നടത്തുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഫേവറേറ്റ് കളർ പിങ്കാണ്. കുറേ പേര് ഇൻസ്റ്റാഗ്രാമിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇൻസ്റ്റാഗ്രാമിൽ ഫേസ്ബുക്കിൽ കൊണ്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ഫേവറേറ്റ് കളർ ഏതാണെന്ന്. എൻ്റെ ഫേവറേറ്റ് കളർ പിങ്കാണ് ഗൈസ്. ബ്രദർ നെയിം എനിക്ക് ബ്രദറില്ല. ഫാദർ നെയിം ശ്രീനി, മദർ നെയിം സുന്ദ. എനിക്ക് ബ്രദറില്ലാത്ത. അപ്പം ഇത്രയും സാധനങ്ങളാണ് ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നത്. എനിക്കിതിൽ ഞാൻ ഉണ്ടാക്കിയതാണെങ്കിൽ എനിക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പാസ്പോർട്ട് തന്നെയാണ്. ഇപ്പം ഉണ്ടാക്കിയത് എനിക്ക് പാസ്പോർട്ട് ഇഷ്ടം. അപ്പോൾ ഗൈസ് എനിക്ക് ഇത് 10ൽ എത്ര മാർക്ക് തരാൻ നിങ്ങൾ കമൻറ്റ് ചെയ്യാം. എൻ്റെ അമ്മ എനിക്ക് 10ൽ എത്രയും 9 മാർക്കാണ് തന്നിട്ടുണ്ടായിരുന്നത്. അച്ഛൻ 10ൽ അതാ ഗൈസ് ഇങ്ങനെ പോകുന്നു ഗൈസ്, ഇങ്ങനെ ചേച്ചി പോകുന്നത്. അപ്പം എൻ്റെ അച്ഛൻ എനിക്ക് 10ൽ 8 മാർക്കാണ് തന്നിട്ടുണ്ടായിരുന്നത്. അമ്മ 9ഉം. നിങ്ങൾ എനിക്ക് 10ൽ എത്ര മാർക്ക് തരികയെന്നുള്ളത് കമൻറ്റ് ചെയ്യുക ഗൈസ്. അപ്പം ഞാൻ ഇതൊക്കെ ഇട്ട് വയ്ക്കട്ടെ ഗൈസ്. ബൈ ബൈ പറയാനായിട്ടില്ല. ഒരു കാര്യം കൂടി, നമ്മുടെ ആ പാട്ട് ഉണ്ടാക്കി ഞാൻ എഴുതി വന്നില്ല. ആ പാട്ടും കൂടി നിങ്ങളെ ഞാൻ കേൾപ്പിക്കാം. ഒരു മിനിറ്റ് ഗൈസ്. ഈ പെട്ടിയിൽ കാണുന്നുണ്ട് അല്ലെങ്കിൽ ആരെങ്കിലും കണ്ടാൽ വല്ലതും ചോദിക്കുന്നത് അപ്പോൾ അതൊക്കെ ഞാൻ ഇതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ഞാൻ എഴുതിയ പാട്ടാണ് ഗൈസ്. ഇന്നല്ല കുറച്ച് മുമ്പായി അത് എഴുതി. എന്നിട്ട് ഞാനത് എന്തോ വൃത്തിയില്ലാതെയായിരുന്നു ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പം അത് ഞാൻ അപ്പം തന്നെ കേൾക്കുന്നു ഗൈസ്. എന്നിട്ട് ഇന്നിപ്പോൾ പുതിയതായിട്ട് എഴുതിയതാണ്. ഞാൻ വായിച്ചതാ. ക്രിസ്മസ്, ഹാപ്പി ക്രിസ്മസ് ലൈക്ക് എവരിബഡി. അതായത് ഗൈസ് ചില കുട്ടികൾക്കൊന്നും മനസ്സിലാവില്ല, അതൊന്നും പറയുന്നില്ല. ഹാപ്പി ക്രിസ്മസ്. ക്രിസ്മസ് ഹാപ്പി ആയിട്ടുള്ള ക്രിസ്മസ് എല്ലാവർക്കും ഇഷ്ടമാണ്. ക്രിസ്മസ് ടൈം ക്രിസ്മസ് ഇന്ന്, അതായത് ക്രിസ്മസിൻ്റെ സമയത്ത് മഞ്ഞ് പെയ്യുന്ന സമയമാണ്. സാന്റാ ക്ലോസ് ഈസ് കമ്മിങ് ടൈം. ക്രിസ്മസ് ടൈം നമ്മൾ സാന്റാ ക്ലോസ് വരുന്ന ടൈമാണ്. ആൻഡ് കരോൾ കമ്മിങ് ടൈം, കരോളും വരുന്ന ടൈമാണ്. ക്രിസ്മസ് ടൈം സ്റ്റാർസ് ആൻഡ് ട്രീസ് ഇൻ ദ ഹോം. ക്രിസ്മസ് ടൈമിൽ സ്റ്റാർസും ട്രീസൊക്കെ വീടുകളുണ്ടാവും. മരങ്ങളും നക്ഷത്രങ്ങളൊക്കെ ഉണ്ടാവും, തൂക്കിയിരുന്ന നക്ഷത്രങ്ങൾ. ആൻഡ് ക്രിസ്മസ് ടൈം ഹോളിഡേ ടൈം. അതിനോടൊപ്പം തന്നെ ക്രിസ്മസ് ടൈം ഹോളിഡേ, അതായത് ക്രിസ്മസ് ടൈമിൽ നമുക്ക് 10 ദിവസം പൂട്ടുന്ന ടൈമാണല്ലോ, ആ ടൈമാണ്. വിഷ് മേരി ക്രിസ്മസ് എവരിബഡി. ക്രിസ്മസ് ടൈമിൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വിഷ് ചെയ്യും. ഞാൻ നിങ്ങളെയും വിഷ് ചെയ്യുന്നു. മേരി ക്രിസ്മസ് ആയിട്ട് വിഷ് ചെയ്യുന്നു. everybody. Surprising gift in the Christmas. സർപ്രൈസിംഗ് ആയിട്ട് ആശ്ചര്യമായിട്ടുള്ള ഗിഫ്റ്റേഴ്സ് ക്രിസ്മസിന് കിട്ടും. ആൻഡ് ഡെക്കറേറ്റ് ഇൻ ദ ഹോം ബൈ ശ്രീലക്ഷ്മി. അതിനോടൊപ്പം തന്നെ ഡെക്കറേഷൻ ചെയ്യും ഹോംസിന്. എന്നത് ടൂണിൽ അയച്ചു ഗൈസ്. ക്രിസ്മസ് ടൈം. ഹാപ്പി ക്രിസ്മസ്
like everybody. Christmas time, snowing time, Santa Claus is coming time, and Carol coming time. Christmas time, Santa is in the homes. Christmas time, holiday time. Wish Merry Christmas everybody. Surprising gift in the Christmas. Amma നിർത്ത്. And the kite in the home. Thank you. Guys, ഇതാണ് എൻ്റെ പാട്ട്. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ പാട്ടിന് നിങ്ങൾക്ക് എത്ര മാർക്ക് കൊടുക്കാം എന്ന് കമൻറ്റ് ചെയ്യണേ. ഇനി ന്യൂ ഇയർ വരാൻ പോവാണ്. അപ്പോൾ ഞാൻ അതേപോലെ പാട്ട് പാടുന്നുണ്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. കാരണം ഡിസംബർ കഴിയാൻ പോവാണ്. അതുകൊണ്ട് ഞാൻ ഹാപ്പി ന്യൂ ഇയറും കൂടി പറഞ്ഞ്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഗിവ് എവേയുടെ കാര്യം മറക്കരുത്. 1 മില്യൺ ആയാലാണ്. അപ്പോൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. പിന്നെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഉറപ്പായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കണം. ക്രിസ്മസ് ഒക്കെ അടിച്ചു പൊളിക്കണം. അപ്പോൾ നിങ്ങളുടെ ക്രിസ്മസ് വിശേഷങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ തന്നെ ഇങ്ങനെ പോകുന്നു. അവൾ പോയി ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ. ബൈ ബൈ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. My name is Rashmi Soni and bye bye.